ദക്ഷിണേന്ത്യയിലെ ആദ്യ സിനിമാ തിയേറ്ററായ ഡിലൈറ്റ് ഓർമ്മകളിലേക്ക് മാറുകയാണ്. സിനിമാ കൊട്ടകളിൽ നിന്ന് മൾട്ടിപ്ലക്സിലേക്കുള്ള യാത്രയിൽ നിരവധി സിനിമാ തിയേറ്ററുകൾ യാത്ര അവസാനിപ്പിക്കുന്ന കാലം കൂടിയാണിതല്ലേ. പലതും വമ്പൻ വാണിജ്യ സമുച്ചയങ്ങളായി വഴിമാറുകയാണ്. ദക്ഷിണേന്ത്യക്കാർക്ക് വെള്ളിത്തിര എന്ത് എന്ന് കാണിച്ചു കൊടുത്ത ഡിലൈറ്റ് സിനിമ പൊളിക്കാനുള്ള നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. വിനയുണ്ണിയാണ് നമ്മുടെ കൂടെയുള്ളത്. വിനയ്, പോയ കാലത്തിലേക്കൊന്ന് നോക്കിയാൽ ഡിലൈറ്റിന് ഒരുപാട് കഥകൾ പറയാനുണ്ട്. കാരണം സിനിമ എന്താണ് എന്ന് പഠിപ്പിച്ചു കൊടുത്തൊരു തിയേറ്ററാണ്. പക്ഷേ കാലത്തിനനുസരിച്ച് മുന്നോട്ടേക്ക് പോകുമ്പോൾ പ്രായോഗികമാവുകയില്ല. എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള രീതിയിലൊക്കെ സിനിമയൊക്കെ ആസ്വദിക്കണം. അതുകൊണ്ട് തന്നെയാകും ഈ മാറ്റത്തിലേക്ക് വഴിവെക്കുന്നത്. നടപടി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? പൂജ, ഇന്ത്യക്കാർ സിനിമ എന്തെന്ന് മനസ്സിലാക്കി തുടങ്ങിയൊരു കാലഘട്ടത്തിലാണ് അന്ന് കോയമ്പത്തൂരിൽ സ്വാമി വിൻസെന്റ് സ്വാമിക്കണ്ണ് ഈ ഒരു തിയേറ്റർ ആരംഭിക്കുന്നത്. ഒരു സ്ഥിരമായൊരു തിയേറ്റർ ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ടായിരുന്നു അന്ന് കോയമ്പത്തൂരിൽ തുടങ്ങിയത്. വെറൈറ്റി ഹാൾ എന്നായിരുന്നു അന്ന് തിയേറ്ററിൻ്റെ പേര്. അന്ന് ഈ തിയേറ്റർ പ്രവർത്തിക്കാൻ ആവശ്യമായ വൈദ്യുതി പോലും അന്ന് കോയമ്പത്തൂർ മുനിസിപ്പാലിറ്റിക്ക് കൊടുക്കാൻ സാധിച്ചിരുന്നില്ല. കാലഘട്ടത്തിൽ ബ്രിട്ടനിൽ നിന്ന് ജനറേറ്റർ ഇറക്കുമതി ചെയ്തുകൊണ്ട് ആ ഡീസൽ കൊണ്ട് പ്രവർത്തിപ്പിച്ചാണ് ആ ഒരു സിനിമ തിയേറ്റർ പിന്നെ ഉപയോഗിച്ചിരുന്നത്. മാത്രമല്ല ആവശ്യത്തിലേറെ വരുന്ന വൈദ്യുതി കോയമ്പത്തൂർ മുനിസിപ്പാലിറ്റിക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ സിനിമകൾ കളിച്ചിരുന്ന അല്ലെങ്കിൽ തുടക്കത്തിൽ തമിഴ്നാട്ടിൽ അവതരിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ അന്നത്തെ മദ്രാസിൽ അവതരിപ്പിച്ചുകൊണ്ടാണ് ആ ഒരു തിയേറ്റർ ദക്ഷിണേന്ത്യയിലെ ആദ്യ തിയേറ്റർ നിലവിൽ വരുന്നത്. പിന്നീട് 1960 ആ തിയേറ്റർ പിന്നീട് കൊച്ചിയിലുള്ള ഒരു ഗ്രൂപ്പ് ഏറ്റെടുത്തു. പിന്നീട് 2010 വരെ അവിടെ പുതിയ സിനിമകളെല്ലാം തന്നെ റിലീസ് ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് അവർ പുതിയ സിനിമകൾ റിലീസ് ചെയ്യുന്നതിന് പകരം പഴയ സിനിമകളിലേക്ക് കടക്കുകയായിരുന്നു. ഏതാണ്ട് 9 മാസം മുമ്പാണ് അവസാന ചിത്രവും അവിടെ കളിച്ച് അതിൻ്റെ പ്രവർത്തനം അവസാനിപ്പിച്ചത്. എന്തായാലും കൊച്ചിയിലുള്ള ആ ഗ്രൂപ്പ് ഇപ്പോൾ ആ തിയേറ്റർ പൊളിച്ചു കളയുകയാണ്. അവിടെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സോ മറ്റോ പണിയുന്നതിനുള്ളൊരു തയ്യാറെടുപ്പിലാണ് അവർ. നമുക്ക് ആലോചിക്കേണ്ടത് 2018 നടപടികളൊക്കെ ഇങ്ങോട്ട് മുന്നോട്ട് പോവുകയാണ്. വിനയ് ആദ്യം പറഞ്ഞതുപോലെ തന്നെ സിനിമ എന്താണ് എന്ന് അറിയിച്ചു തന്ന തിയേറ്ററാണ്. ഒരുപാട് കാര്യങ്ങൾ അത് ഓർത്തെടുക്കാനുണ്ടാകും. അതെല്ലാം നമ്മുടെ ഇനി ഓർമ്മകളിലേക്ക് മാത്രമാവുകയാണ്. ഡിലൈറ്റ് അങ്ങനെ മറ്റൊരു വഴിയിലേക്ക് കടക്കുകയാണ്. ശരി വിനയ്.